ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കുട്ടികൾക്ക് ലഞ്ചായിട്ടോ സ്നാക്സ് ബോക്സിൽ കൊടുത്തു വിടാനോ നമുക്ക് മുതിർന്നവർക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ചീസി എഗ് റോളാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി എഗ് റോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു 4 സ്പൂണ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഉപ്പ് നമ്മൾ പാകത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലതുപോലെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഗ്യാസിൽ ഇതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ ഒരു പീസ് ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചട്ടിയിൽ മുഴുവനായിട്ടും നമ്മുടെ ബട്ടർ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മുടെ ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയുള്ളിയുടെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നത്. പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. അതുപോലെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഇതുപോലെ അങ്ങ് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ക്യാരറ്റും ചെറിയൊരു പീസ് എടുത്തിട്ടുള്ളൂ, അത് നമ്മളിതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ടുള്ള ചീസ് നമുക്കതുപോലെ കട്ട് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചീസാണ്. നമുക്ക് നമ്മുടെ ചീസ് മൊസറല്ല ചീസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. സാധാ ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതുപോലെ അങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് 2-3 മിനിറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തീ ഒരു സിമ്മിലിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെയും കുറച്ചും കൂടെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ചീസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത്രയും പീസ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കുറച്ച് കുറവായിരുന്നു ചീസ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതങ്ങ് റോൾ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ 2 ഭാഗവും ഇതുപോലെ അങ്ങ് ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ചീസൊന്ന് മെൽറ്റായിട്ട് വരും. അതുപോലെ 2 സൈഡും അങ്ങ് ഒന്നും കൂടെ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പൊട്ടിപ്പോയത് നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീസി ആയിട്ടുള്ള എഗ് റോൾ തന്നെയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ചീസൊക്കെ ഇട്ടുകൊണ്ടതിന് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അത് കണ്ടില്ലേ, നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.